ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ മോറൽ സ്റ്റാൻഡേർഡ്സ് വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു ഡിഫൈൻ ദി ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് മാൻ ആൻഡ് എസ്റ്റാബ്ലിഷ് എ സ്റ്റാൻഡേർഡ് ഫോർ ദി സെയിം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എത്തിക്സിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യാണ്? ഡിഫൈൻ ദി ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് മാൻ ആൻഡ് എസ്റ്റാബ്ലിഷ് എ സ്റ്റാൻഡേർഡ് ഫോർ ദി സെയിംസ്. അതായത് ഒരു മനുഷ്യന്, ഒരു മാനിന് അയാളെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല ഭാഗങ്ങൾ ഏതാന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതുപോലെ ഒരു സ്റ്റാൻഡേർഡ്, എല്ലാവർക്കും ഒരേപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എത്തിക്സിൻ്റെ. അതായത് എല്ലാവരെയും നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു മാനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് സ്റ്റാൻഡേർഡ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെറ്റ് ഓർ എസ്റ്റാബ്ലിഷ് മോർ സ്റ്റാൻഡേർഡ്സ് ഓർ നോംസ് ഓഫ് ബിഹേവിയർ. അതായത് എത്തിക്കൽ ബിഹേവിയർ ആക്കാൻ വേണ്ടിയിട്ട്, എത്തിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നല്ല രീതിയിലേക്ക്, അവർക്ക് ഏതാണ് നല്ലത്, ഏതാണ് ഗുഡ്, ഏതാണ് ബാഡ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നൊരു വേർഡാണ്. അപ്പോൾ ഈ എത്തിക്സിൽ എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാണ് എന്ത്, മോറൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ബിഹേവിയർ, നമ്മൾ എങ്ങനെ പെരുമാറണം, അതിൻ്റെ നോംസ്, പെരുമാറ്റ ചട്ടങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നതാണ് ആൻ ഓവറോൾ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, വാട്ട് ഈസ് മോറൽ ഓർ ഇമ്മോറൽ ഷുഡ് ബി അസസ്ഡ്. അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ മൊത്തത്തിൽ ഓവറോളായിട്ട് സ്റ്റഡി പഠിക്കുകയാണ്, എങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്നുള്ളത് പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് റൈറ്റ്, ഏതാണ് മോറലായിട്ടുള്ള കാര്യം, അതുപോലെ ഇമ്മോറൽ, അതായത് നമുക്ക് യോജിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അസസ് ചെയ്യലാണ് മൂന്നാമതായിട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നാലാമത്തെ എന്ന് പറയുന്ന അപ്ലൈ ജഡ്ജ്മെൻറ്റ് അപ്പോൺ ഹ്യൂമൻ ബിഹേവിയർ ബേസ്ഡ് ഓൺ ദി സ്റ്റാൻഡേർഡ് ആൻഡ് നോംസ്. ഈ ഒരു സ്റ്റാൻഡേർഡും അതുപോലെ നോംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ബേസിലായിരിക്കും ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് അതിൽ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമുക്ക് ഏതാണ് നല്ലത്, ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെ സ്റ്റാൻഡേർഡ് നോംസ് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെ സ്വഭാവം, അവരുടെ ബിഹേവിയർ, അവർ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് ജഡ്ജ് ചെയ്യുന്നുണ്ട് ഈ ഒരു എത്തിക്സിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സജസ്റ്റ് മോറൽ ബിഹേവിയർ പ്രിസ്ക്രൈബ്സ് റെക്കമെൻഡേഷൻ അബൌട്ട് ഡൂസ് ആൻഡ് ഡോൺസ്. അതായത് മോറലായിട്ട് അവർക്ക് എങ്ങനെയൊക്കെ അവർക്ക് പെരുമാറാൻ പറ്റും, ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ആ ബിഹേവിയർ സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, ആ കാര്യങ്ങളൊക്കെ റെക്കമെൻഡേഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺസ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ് അബൌട്ട് ഹ്യൂമൻ കണ്ടക്ട് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ജനറൽ. അതായത് ഒരാളുടെ ഒപ്പീനിയനോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡൊക്കെ എന്തായിരിക്കും, ഒരു ഹ്യൂമൻ കണ്ടക്റ്റിനെ കുറിച്ചിട്ടായിരിക്കും, അത് ജനറൽ ആയിട്ടായിരിക്കും പറയുന്നത്. ഒരാളുടെ ഒപ്പീനിയനും അയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ജനറൽ ആയിട്ടായിരിക്കും ഈ എത്തിക്സിൽ പറയുന്നത്. കാരണം ഒരാൾ ചെയ്യുന്ന മോറലായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ശരി, അത് മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ടു ഇവാലുവേറ്റ് പാസ്റ്റ് ബിഹേവിയർ അഗൈൻസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ്. പാസ്റ്റ് ബിഹേവിയർ, സ്റ്റാൻഡേർഡ്സിൻ്റെ നോംസിൻ്റെ ഒക്കെ നമ്മൾ എങ്ങനെയായിരുന്നു മുന്നേ പാസ്റ്റായിട്ട് നമ്മൾ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ബിഹേവിയർ എങ്ങനെയൊക്കെ ആയിരുന്നു, അത് ഇവാലുവേറ്റ് ചെയ്യലും കൂടിയാണ് ഈ എത്തിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ടു ഇവാലുവേറ്റ് പാസ്റ്റ് ബിഹേവിയർ അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബ്രാഞ്ചസ് ഓർ ടൈപ്സ് ഓഫ് എത്തിക്സ്. എത്തിക്സിൻ്റെ ബ്രാഞ്ചസ് അതുപോലെ ടൈപ്സ് എന്തൊക്കെയാണ്? അതായത് 4 ടൈപ്സ് ഓഫ് എത്തിക്സ് ആണുള്ളത്. നോർമേറ്റീവ് എത്തിക്സ്, മെറ്റാ എത്തിക്സ്, അപ്ലൈഡ് എത്തിക്സ്, മോറൽ എത്തിക്സ്. ഫസ്റ്റ് വൺ, നോർമേറ്റീവ് എത്തിക്സ്. ദിസ് ഈസ് ദി ലാർജസ്റ്റ് ബ്രാഞ്ച് ഓഫ് എത്തിക്സ് വിച്ച് ഡീൽസ് വിത്ത് ഹൗ ഇൻഡിവിജ്വൽസ് ക്യാൻ ഡിസൈഡ് ദി കറക്റ്റ് മോറൽ ആക്ഷൻ that they should taken in a given situation of ethical nature. നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എത്തിക്സിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻഡിവിജ്വൽസ് കറക്റ്റായിട്ടുള്ള എത്തിക്കൽ ആക്ഷനൊക്കെ ഉണ്ടായിരിക്കുന്നത്, മോറൽ ആക്ഷൻസ്,
നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ ഷുഡ് ടേക്ക് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ ഓഫ് എത്തിക്കൽ നേച്ചർ. നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുക അത് പഠിക്കുന്ന, അത് ഡീൽ ചെയ്യുന്ന പിന്നെ ഒരു ബ്രാഞ്ചാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത്. നോർമേറ്റീവ് എത്തിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് എത്തിക്കൽ ആക്ഷൻ. എത്തിക്കൽ ആക്ഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. കാരണം ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് മോറലായിട്ട് ബിഹേവ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ളതാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഫിലോസഫിക്കൽ എത്തിക്സ് ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് അറൈസ് വെൻ കൺസിഡറിങ് ഹൗ വൺ ought ടു ആക്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രവൃത്തി ചെയ്യേണ്ടത്, ആ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഫിലോസഫിക്കൽ എത്തിക്സ് ആണ് എന്ത്, ഈ നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റ് മോറൽ ആക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ്, അതിനെയാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മെറ്റാ എത്തിക്സ്. This branch seeks to understand the nature of ethical properties and judgments, such as if true values can be found, the theory behind moral principles. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദി നേച്ചർ ഓഫ് എത്തിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ്. എത്തിക്കൽ പ്രോപ്പർട്ടീസ് അതുപോലെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷത എങ്ങനെയാണ്, അതിൻ്റെ പൊതു സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് ഈ ഒരു ബ്രാഞ്ചിൽ പറയുന്നത്. കാരണം ഇവിടെ ട്രൂ വാല്യൂസ് ക്യാൻ ബി ഫൗണ്ട്, ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കണ്ടെത്തുന്നത്. അതുപോലെ ഈ തിയറി ബിഹൈൻഡ് മോറൽ പ്രിൻസിപ്പിൾ, ഈ തിയറി എന്ന് പറയുന്നത് മോറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ മെറ്റാ എത്തിക്സ് ഈസ് വൺ ഓഫ് ദി 4 ബ്രാഞ്ചസ് ഓഫ് എത്തിക്സ് ജനറലി റെക്കഗ്നൈസ്ഡ് ബൈ ഫിലോസഫേഴ്സ്. ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവർ അംഗീകരിച്ചതിൽ മെറ്റാ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു 4 ബ്രാഞ്ച് ഓഫ് എത്തിക്സിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദി മോട്ടീവ്സ് ഫോർ ആക്ടിങ് എത്തിക്കലി, എന്തൊക്കെയാണ് എത്തിക്കലി ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ, ആക്ട് ചെയ്യാൻ നമുക്കുള്ള മോട്ടീവ്സ്, പ്രേരണകൾ എന്തൊക്കെയാണ്, അതാണ് ഈ മെറ്റാ എത്തിക്സിൽ പറയുന്നത്. അതായത് ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ വാല്യൂ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് അതുപോലെ അതിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് മെറ്റാ എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് അപ്ലൈഡ് എത്തിക്സ്. ദിസ് ഈസ് ദി സ്റ്റഡി ഓഫ് അപ്ലൈയിങ് എത്തിക്കൽ തിയറീസ് ഡെവലപ്ഡ് ബൈ വേരിയസ് ഫിലോസഫേഴ്സ് ഇൻ അവർ എവറിഡേ ലൈഫ്. ഇതെന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എത്തിക്കൽ തിയറീസ് ഫിലോസഫേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എത്തിക്കൽ തിയറീസ് ഉണ്ടായിരിക്കും. എവറിഡേ ലൈഫിൽ അവർ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എത്തിക്കൽ തിയറീസ് അത് അപ്ലൈ ചെയ്യുന്നത്, എവറിഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ, എവറിഡേ ലൈഫിൽ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് വരും, അതിൽ ഫിലോസഫേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറേ തിയറീസ് ഉണ്ടായിരിക്കും, അത് അപ്ലൈ ചെയ്യലാണ് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈഡ് എത്തിക്സ് ഈസ് ദി ഫിലോസഫിക്കൽ എക്സാമിനേഷൻ from a moral standpoint of particular issues in a private and public life which are the matters of moral judgment. അതായത് ഇത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്, എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മോറലായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ടത്, അത് അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടൈപ്പ് ഓഫ് എത്തിക്സ് ആണ് മോറൽ എത്തിക്സ്. എ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഓർ മോറൽ എത്തിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ consequences of beliefs about what is wrong or what is right or good or bad. അതായത് മോറൽ എത്തിക്സ് അല്ലെങ്കിൽ ഇതിന് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്നും പറയാം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, അതായത് വിവരിക്കുന്ന ഒരു എത്തിക്സ്. അപ്പോൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയർ തന്നെയാണ് ആസ് എ കോൺസിക്വൻസസ് ഓഫ് ബിലീഫ്സ് അബൌട്ട് വാട്ട് ഈസ് റോങ് ഓർ റൈറ്റ്. അതായത് എന്താണ് റൈറ്റ്, എന്താണ് റോങ്, അതുപോലെ എന്താണ് നല്ലത്, എന്താണ് ഗുഡ്, അതുപോലെ എന്താണ് ബാഡ്, അതിൻ്റെയൊക്കെ ബിലീഫ് അത് നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ടായിരിക്കും, അതായത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ആ വിശ്വാസത്തിൻ്റെ അനുസരിച്ച് ആ വിശ്വസിക്കുന്നതിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ട്, അതെങ്ങനെ ഹ്യൂമൻ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നതും അത് സ്റ്റഡി ചെയ്യലാണ് മോറൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഈ സെൻസിൽ പറയുകയാണെങ്കിൽ മോറൽസ് ആർ ദി സ്റ്റഡി ഓഫ് വാട്ട് ഈസ് തോട്ട് ടു ബി റൈറ്റ് ആൻഡ് വാട്ട് ഈസ് ജനറലി ഡൺ ബൈ എ ഗ്രൂപ്പ്, സൊസൈറ്റി ഓർ എ കൾച്ചർ. നമുക്ക് എന്താണ് ശരി, പക്ഷേ എന്താണ് ഒരു സൊസൈറ്റി അതുപോലെ ഹ്യൂമൻസ് ചെയ്യുന്നത്, അതാണ് മോറൽ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്രാഞ്ചസ് ഓർ ടൈപ്സ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. പേഴ്സണൽ അതുപോലെ പ്രൊഫഷണൽ എത്തിക്സ്.
അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് പേഴ്സണൽ എത്തിക്സും പ്രൊഫഷണൽ എത്തിക്സും? പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ എത്തിക്സ് ഈസ് referred to the application of personal values in everything one does. It is called morality since they reflect general expectation of any person in any society acting in any capacity. അതായത് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ വാല്യൂസ് ഇൻ എവരിത്തിങ് വൺ ഡസ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പേഴ്സണൽ വാല്യൂസിനെ അപ്ലിക്കേഷൻ നടത്തുക, അത് അപ്ലൈ ചെയ്യുന്നതാണ് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ശരിയായി തോന്നുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, ആ ശരിയായത് നമ്മൾ ആ പേഴ്സണൽ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് ഈ പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുകയാണെങ്കിൽ it's called morality since they reflect general expectation of any person in any society acting in any capacity. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് മൊറാലിറ്റി എന്നും കൂടി നമുക്ക് പറയാം. അതുപോലെ ഇവിടെ റിഫ്ലക്റ്റ് ജനറൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എനി പേഴ്സൺ, ഏതൊരു പേഴ്സൻ്റെ സൊസൈറ്റിയിലെ ഏതൊരു പേഴ്സൻ്റെയും അവരുടെ ജനറൽ ആയിട്ടുള്ള അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അവർ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിന് ജനറൽ എക്സ്പെക്റ്റേഷൻ, അതിന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ പേഴ്സണൽ വാല്യൂസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളത് ഒരു എത്തിക്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കാതെ നമുക്ക് ധരിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മളത് നമ്മുടെ പേഴ്സണൽ വാല്യൂസിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കണം പേഴ്സണൽ എത്തിക്സിൽ വരേണ്ടത്. Personalities refers to the ethics that a person identifies with in respect to people and situation that they deal with in everyday life. അതായത് ഏതൊരു ദിവസം എവരിഡേ ലൈഫിൽ നമ്മൾ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളിൽ പീപ്പിൾസും അതുപോലെ സിറ്റുവേഷനും എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പേഴ്സൺ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ആ ടു പീപ്പിൾസും അതുപോലെ സിറ്റുവേഷനും എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെയാണ് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ എത്തിക്സ് ഹൈലി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പേഴ്സണൽ ബിലീഫ്, അതുപോലെ പേഴ്സണൽ ലോയാലിറ്റീസ്. നമ്മൾ ബിലീവ് ചെയ്യുന്ന, നമ്മൾ പേഴ്സണലായിട്ട് സ്വന്തമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും പേഴ്സണൽ എത്തിക്സ് ബാക്കിയുള്ളവരുമായിട്ട് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി പ്രൊഫഷണൽ എത്തിക്സ് എന്താണെന്ന് നോക്കാം. Professional ethics refers to that a person must adhere to in respect of their interactions and business dealings in their professional life. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഫഷനിൽ നമുക്ക് ഓരോ പ്രൊഫഷൻ ഉണ്ടായിരിക്കും. ഒരു ഡോക്ടർക്കാണെങ്കിൽ അയാളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, അതുപോലെ ലോയർ, അതുപോലെ ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷൻസ് ഉണ്ടായി, ടീച്ചർ. അപ്പോൾ ആ പ്രൊഫഷനിൽ അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവിടെ വരുന്ന ഇൻട്രാക്ഷൻസ്, അതുപോലെ ബിസിനസ് ഡീലിങ്സ് ഒക്കെയാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് പ്രൊഫഷണൽ എത്തിക്സ് റിഫേഴ്സ് ടു ദാറ്റ് എ പേഴ്സൺ മസ്റ്റ് അഡ്ഹിയർ, അതായത് പേഴ്സൺസ് അവർ ചേർക്കുന്ന കാര്യങ്ങൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് ദയർ ഇൻട്രാക്ഷൻസ് ആൻഡ് ബിസിനസ് ഡീലിങ്സ് ഇൻ ദയർ പ്രൊഫഷണൽ ലൈഫിൽ അവർ ഒരുപാട് ബിസിനസ് ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷനൊക്കെ അനുസരിച്ചിട്ട് അവരെന്തൊക്കെയാണ് അവരുടെ ആ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് അവർക്ക് എങ്ങനെയൊക്കെയാണ് പേഴ്സൺസ് അവർ എത്തിക്സ് കണ്ടെത്തേണ്ടത്, അതിനെയാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ എത്തിക്സ് മീൻ അഡ്ഹിയറൻസ് ടു പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ്. ഇവിടെ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് കൂടിയതാണെന്ത് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണലായിട്ട് എന്തൊക്കെ ചെയ്യണം, അപ്പോൾ ഒരു വർക്കിംഗ് സമയത്ത് പ്രൊഫഷണലായിട്ട് അവർ ചെയ്യേണ്ട വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ 5 മണി വരെ ആണെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നുന്ന സമയത്തൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ പ്രൊഫഷണൽ എത്തിക്സ് അവർ കീപ്പ് ചെയ്യണം. 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ എത്തണം, 5 മണിക്കേ പോകാൻ പാടുള്ളൂ. അതാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്.